അപ്പൂപ്പൻ്റെ വീഡിയോ ഒക്കെ ഞങ്ങൾ എടുത്തോണ്ട് പോയി. അതിനുശേഷം ഇവിടെ ഭയങ്കര ആളാണ്. ആ വിളക്ക് അതാ ഇരിക്കുന്ന അപ്പൂപ്പൻ്റെ അടുത്തിരിക്കുന്ന വിളക്ക് ഞാൻ സമർപ്പിച്ച വിളക്കാ ഇത്. ഇദ്ദേഹം തന്നെയാണ് ഇവിടെ കൽവിളക്ക് വെച്ചത്. അദ്ദേഹം കൽവിളക്ക് വെച്ചതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടറിയാം. അദ്ദേഹം ഞാൻ ചോദിക്കും നിങ്ങൾ പോയ അത് ഞങ്ങൾ ചെന്ന് അവിടെ പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം കാര്യം സാധിച്ചിട്ടുണ്ട്. അതാണ് ഞങ്ങൾ വരുന്നത്. ഇതേപോലെ ഞാൻ ഈ കാവ്യം നിൽക്കുമ്പോൾ എനിക്ക് വിളിച്ചു പറയുന്നത് അമ്പിളി പൈസ അത് ഫോർമാൻ പൈസ തന്നെന്ന്. അപ്പൂപ്പൻ ഉണ്ടോയെന്ന് അറിയണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു പരീക്ഷണം പോലെ നോക്കി ഞങ്ങൾ 3 വട്ടം പിടിച്ചപ്പോൾ അക്കരെ മല എന്നുകൊണ്ടിരുന്ന 4 പൂവക്കം. എല്ലാവർക്കും ഉള്ള ഒരു അനുഭവമാണ് ആ ചുഴലിക്കാറ്റ്. അതിവിടെ മാത്രമേ ഉള്ളൂ. അത്രയും ആ വിളക്കെത്തിക്കുന്ന ഭാഗത്തുള്ളൂ. അതിൻ്റെ ഒരു ചാവരപ്പൂപ്പൻ എന്ന് പറഞ്ഞാൽ ഏത് കുഞ്ഞ് ഒരു പൊടിക്കുഞ്ഞ് പിടിച്ചാലും ആ കുഞ്ഞിൻ്റെ കൂടെ വരും അപ്പൂപ്പൻ. അപ്പൂപ്പോ ഞങ്ങളെ മനസ്സിലായോ? മനസ്സിലായി. ആരാന്ന് മനസ്സിലായി എനിക്ക്. ആരാന്ന് പറ. ആരാ? ഒരു ചാനൽ പിടിക്കുന്ന ആള്. ചാനൽ ഞങ്ങളെ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൂപ്പൻ്റെ വീഡിയോ ഒക്കെ ഞങ്ങൾ എടുത്തോണ്ട് പോയി. അതിനുശേഷം ഇവിടെ ഭയങ്കര ആളാണ്. എനിക്ക് നിൽക്കാനും നിലയ്ക്കാനും വയ്യാത്ത ആളുണ്ട്. രാത്രി ഞങ്ങളുടെ വിഷമം പറഞ്ഞെന്തുവാ? അമ്പലത്തിൽ ആള് വരുന്നില്ല എന്ന് പറഞ്ഞേ. അന്ന് ആള് വളരെ ചുരുക്കമായിരുന്നു. അന്ന് വല്ലപ്പോഴെങ്ങാനും 1-2 പേര് വരും, അവരങ്ങ് പോകും. മകരവിളക്കായതുകൊണ്ട് കഞ്ഞി സദ്യ ഉണ്ട്. ഇനിയിപ്പോൾ തൈപ്പൂയമുണ്ട്. 10-40 കാവടി ഇവിടുന്ന് മാക്കന്നൂർ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. അപ്പൂപ്പന് കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ആരും വരുന്നില്ല. വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ വിഷമമുണ്ട്. ഇപ്പൊ ധാരാളം ഭക്തരായി വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ അതൊക്കെ മാറി. ഇനി അപ്പൂപ്പന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കറണ്ടൊക്കെ വരണം. എനിക്ക് കറണ്ട് വേണം. വെട്ടമില്ലാഞ്ഞുകൊണ്ട് കറണ്ട് വേണം എനിക്ക്. കറണ്ട് കിട്ടാഞ്ഞോണ്ട് വലിയ വിഷമം. സന്ധ്യ ആയാൽ പിന്നെ വെട്ടമില്ലല്ലോ ഇവിടെ. കാടല്ല. നമ്മളെ ഇവിടെ കൊണ്ടുവന്നത് ഈ അപ്പൂപ്പനാന്ന് തോന്നുന്നു. അന്ന് വെറുതെ പോയപ്പോഴല്ലേ ഞങ്ങൾ കണ്ടത്. എന്നെ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അപ്പൂപ്പൻ തന്നെ നിങ്ങളെ ഇവിടെ വരുത്തിയത് അപ്പൂപ്പൻ തന്നെ. അതിനകത്ത് കുറച്ച് പേരാണ്ട് വിളിച്ച് നിങ്ങളെ മോശമായിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞു. അതായത് ഇവിടെ വേറെയൊക്കെ പൂജകളൊക്കെ നടക്കും. ഞാൻ ഇവിടെ വലിയ വാദ്യൊഴിപ്പ് കൊണ്ടെന്നാ പറഞ്ഞത്. വാദ്യൊഴിപ്പുണ്ടത് അത് ഞാൻ പറഞ്ഞില്ലല്ലോ. വാദ്യൊഴിപ്പ് ചരലക്ഷ നടത്തി കൊടുക്കും, ചരടി ജപിച്ച് കൊടുക്കും. ഇതൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കും. വാദ്യൊഴിപ്പ് അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇവിടെ ഇല്ല. പിന്നെ കള്ളും വെള്ളം ആവശ്യം അവിടെ. അപ്പൂപ്പന് അന്നും സകലം കള്ള് വെച്ച് തൊഴിലപ്പോൾ അതുകൊണ്ട് ഇപ്പം കള്ളില്ലാഞ്ഞുകൊണ്ട് വല്ലപ്പോഴങ്ങനെ ആരെങ്കിലും കള്ള് കൊണ്ടുവന്ന് ദൂരേന്നൊക്കെ വരുന്നവരുണ്ട്. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര കഴിഞ്ഞ് പുനലൂർ പോകുന്ന റൂട്ടിൽ മേലില പഞ്ചായത്തിൽ മാക്കന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ കാവ് സ്ഥിതി ചെയ്യുന്നത്. മാക്കന്നൂർ ചാവരപ്പൂപ്പൻകാവ് എന്നാണ് അറിയപ്പെടുന്ന ഈ കാവിൻ്റെ സവിശേഷതകളെക്കുറിച്ചൊക്കെ ഒരു സോഷ്യൽ മീഡിയയിൽ വളരെ പോപ്പുലറായിട്ട് ഒരു വാർത്ത വരികയുണ്ടായി. വളരെ അവിചാരിതമായി മാധ്യമപ്രവർത്തകർ പോകുന്ന വഴിക്ക് അവരെടുത്ത ഒരു വീഡിയോയാണ് വളരെ വൈറലാവുകയും അതിനുശേഷം നിരവധിയായ ഭക്തജനങ്ങൾ നമ്മുടെ ഈ ചാവരപ്പൂപ്പൻകാവിലേക്ക് വരുവാനിടയുണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ വാർഡിലെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ, മുൻ ജനപ്രതിനിധി എന്നുള്ള നിലയിലും, അതുപോലെ ഈ ഒരു പൊതു രംഗത്ത് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിലുമൊക്കെ അവിചാരിതമായാണ് അന്ന് ഈ മാധ്യമ സംഘത്തെ കണ്ടുമുട്ടുകയും ഇവരെ ഈ കാവിനെക്കുറിച്ച് സംസാരിക്കാനിടയുണ്ടാവുകയൊക്കെ ചെയ്തത്. തികച്ചും ഗ്രാമീണമായ ഒരു അന്തരീക്ഷത്തിൽ സാധാരണ മനുഷ്യർ മാത്രം അധിവസിക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ് നമ്മുടെ ഈ മാക്കന്നൂർ എന്ന് പറയുന്ന ഈ സ്ഥലം. ഒരു വൈദ്യുതി കണക്ഷൻ പോലും നമ്മുടെ ഈ കാവിന് ഇപ്പോൾ ഇല്ലാത്തൊരവസ്ഥയാണ്. ഭക്തജനങ്ങൾ ജനറേറ്ററൊക്കെ എടുത്തു കൊണ്ടുവന്നാണ് അവരുടെ ഇതുപോലെയുള്ള വിശേഷ ദിവസങ്ങൾ. ഇപ്പോൾ ഇന്ന് തന്നെ മകരവിളക്കാണ്. ഓരോ ദിവസങ്ങളും ഈ ഇന്നത്തെ ദിവസത്തെ പോലെ തന്നെയാണ് ആളുകൾ ഇവിടെ വന്നു പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതുപോലെയുള്ള ഗ്രാമാന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന ഈ സാഹചര്യങ്ങളെ തീർച്ചയായും നമുക്ക് നിലനിർത്തി പോകണം. അതിന് എല്ലാവരുടെയും ഭാഗത്തു നിന്ന് അനുകൂലമായ നിലപാടുകൾ ഉണ്ടാവണം. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് ഭൗതികമായ സാഹചര്യങ്ങൾ ഉണ്ടാകണം. ആ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി നാം എല്ലാവരും ഒരുമിക്കണം. ഭരണാധികാരികളും അതിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യണം. നാടിൻ്റെ പൈതൃകങ്ങളായ കാവുകളും കുളങ്ങളും തോടുകളും വയലുകളും മലകളും ഒക്കെ സംരക്ഷിക്കപ്പെടണം. എനിക്ക് 2021 എൻ്റെ ചേട്ടൻ ഗൾഫിലാണ്. അപ്പോൾ എൻ്റെ ചേട്ടൻ എന്നോട് പറഞ്ഞ അമ്പിളി ജോലി ചെയ്ത പൈസ എനിക്ക് കിട്ടിയിട്ടില്ല, അത് ഫോർമാൻ പൈസ എല്ലാം കൊണ്ടുപോയെന്ന് പറഞ്ഞു. നീ എവിടെ നിൽക്കുക? ഞാൻ പറഞ്ഞ് നമ്മുടെ ചെറുപ്പം ഞാൻ പുത്തിരിപ്പാറ കാവി അപ്പൂപ്പൻ്റെ അടുത്ത് നിൽക്കുക എന്ന് പറഞ്ഞു. അപ്പം കാവി നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് എനിക്കൊരു വിഷമമുണ്ട്, ഒരു പൈസയും കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് സൊസൈറ്റി കടങ്ങളെല്ലാം നിറയെ ഉള്ള അതാണ് പറഞ്ഞു. അപ്പൂപ്പ എനിക്കൊരു 21 ദിവസം ഞാൻ പറഞ്ഞത്, കൂടുതൽ ദിവസം പറഞ്ഞു. ആ 21 ദിവസത്തിനകം എനിക്ക് അറബി ഫോർമാനും ആ പൈസ കൊടുക്കണം. അതെന്ന് പറഞ്ഞാൽ 4 വർഷം കൊണ്ട് എന്നെ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടും. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പൂപ്പൻ എന്നത്തേക്കും കാണുന്ന രീതിക്ക് ഒരു വിളക്ക്, എന്താണെന്ന് പറഞ്ഞാൽ വിളക്ക് ഞങ്ങൾക്ക് മാക്കന്നൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നാണ് വിളക്ക് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുന്നത്. ഇതേപോലെ ഞാൻ ഈ കാവ്യം നിൽക്കുമ്പോൾ എനിക്ക് വിളിച്ചു പറയുന്നത് അമ്പിളി പൈസ അത് ഫോർമാൻ പൈസ തന്നെന്ന്. ആ വിളക്ക് അതാ ഇരിക്കുന്ന അപ്പൂപ്പൻ്റെ അടുത്തിരിക്കുന്ന വിളക്ക് ഞാൻ സമർപ്പിച്ച വിളക്കാണ് ഇത്. നിങ്ങൾ മനം നൊന്ത് വിളിച്ചാൽ
അപ്പൂപ്പൻ വെളിപ്പുറത്ത് വരുന്ന അപ്പൂപ്പന്. അതിന് അപ്പൂപ്പന് കൊടുത്ത വിളക്കാണ് ആ അപ്പൂപ്പന് കൊടുത്ത വിളക്ക. ഈ വിളക്ക് ഞാൻ കൊണ്ടുവന്ന് സമർപ്പിച്ചത് അപ്പൂപ്പന് എന്നത്തേക്കും വേണ്ടി. അപ്പോൾ എൻ്റെ മോൾക്ക് വേണ്ടി, എൻ്റെ മോൾ ഇതുപോലെ പഠിച്ച് ആയുർവേദ നേഴ്സിങ്ങിന് മോൾക്ക് ഞാൻ സങ്കടം പറഞ്ഞ് അതും എനിക്ക് അപ്പൂപ്പൻ മോൾ ജോലി കിട്ടി. മോൻ ഇതേപോലെ മോനും ജോലി കിട്ടി. 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു മൊബൈലിൽ ഇങ്ങനെ ഒരു ഇത് വന്ന് അപ്പൂപ്പനെ കുറിച്ചുള്ള അനുഭവങ്ങളുള്ള ഒരു ചാനൽ ആ വീഡിയോ കണ്ടതാ. പോയേ മോന് പറ്റിയതെന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെ അസുഖമായിട്ടൊന്നുമില്ല. ഡോക്ടറോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ ADHD അത് വികൃതി കുസൃതി അടങ്ങിയിരിക്കുന്ന പ്രകൃതമല്ല. ഇല്ല, അയാൾ പിന്നെ കുഞ്ഞിലെ തത്ത മാത്രമേ പറയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആശുപത്രി കാണിച്ചപ്പോഴേ ആ ഡോക്ടറൊക്കെ പറഞ്ഞ് താമസമുണ്ട് അമ്മ, ഇയാൾക്ക് ഇച്ചിരി താമസമുണ്ട്. ഇന്നലെ ഞങ്ങൾ വന്നത്, അല്ല അമ്മ അതൊക്കെ പറയും. അമ്മ പറയാൻ പറഞ്ഞ അയാൾ പറയത്തില്ല. പക്ഷെ അപ്പൂപ്പ ഇന്നലെ പറയാൻ പറഞ്ഞപ്പോൾ മണിക്കൂറോളം എല്ലാം പറഞ്ഞ്. ഒരു പാതിരാത്രിക്ക് ഞാനും ഇപ്പോൾ സംസാരിച്ച ആളിൻ്റെ ജ്യേഷ്ഠൻ വാസുക്കുട്ടി എന്ന് പറയും, ഞങ്ങൾ രണ്ടും കൂടെ ഒരു കാര്യമായി ഇവിടെ വന്ന് ഒരു രോഗി കിടക്കുക. പിറ്റേന്ന് രാവിലെ അയാൾക്ക് രോഗം മാറണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടും കൂടെ കിടന്ന് കരഞ്ഞ് അപേക്ഷിച്ചു. പിറ്റേന്ന് രാവിലെ ആ ആളെ അക്കരെ മലയിൽ ചെന്ന് നിന്നുകൊണ്ട് മരുന്ന് റബ്ബറിന് മരുന്നടിക്കുകയും അയാൾക്ക് രോഗസുഖമായി. അന്ന് തന്നെ രാത്രിയിൽ ഞങ്ങൾ അപ്പൂപ്പനുണ്ടോയെന്ന് അറിയണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു പരീക്ഷണം പോലെ നോക്കി. ഞങ്ങൾ 3 വട്ടം പിടിച്ചപ്പോൾ അക്കരെ മല നിന്നുകൊണ്ടിരുന്ന 4 കൂവക്കം. അപ്പൂപ്പൻ്റെ അനുഭവം അതുപോലെ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനിപ്പം ഈ ജ്യോത്സ്യമൊക്കെ ഉണ്ട്, അതെല്ലാം ഈ ഇവിടം കൂടെ പറഞ്ഞേ ചെയ്യത്തുള്ളൂ. അതിൻ്റെ അനുഭവം എനിക്ക് ഒരുപാടുണ്ട്. കറ്റ കൊയ്ത് കൊണ്ടുവച്ചിട്ട് എല്ലാവരും ഇട്ടച്ചങ്ങ് പോവും. അപ്പൂപ്പൻ നോക്കിക്കോണമെന്ന് പറഞ്ഞിട്ട് ഒരു നണി പോലും ഒരു എലി പോലും കയറത്തില്ല. നമ്മളാണ് കുറച്ച് നാൾക്ക് മുമ്പ് ഒരു വീഡിയോ വന്നിട്ടു. ഇപ്പോൾ ഒരുപാട് ഭക്തർ ഇപ്പോൾ വരുന്നുണ്ട് അമ്പലത്തിലേക്കല്ലേ? വരുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. എൻ്റെ വീട്ടിൽ ഇരുന്നാൽ കാണാം വാതൊക്കെ കൂടി ഇങ്ങനെ വാഹനങ്ങൾ നിരനിരയായിട്ട് വരുന്നത്. ആ വരുന്നവരെല്ലാം ഞാൻ ചോദിക്കും നിങ്ങൾ പോയ അത് ഞങ്ങൾ ചെന്ന് അവിടെ പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം കാര്യം സാധിച്ചിട്ടുണ്ട്. അതാണ് ഞങ്ങൾ വരുന്നത്. ഞാൻ വിളക്കുടി ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പറായിരുന്നു. എൻ്റെ കുട്ടിക്കാലം മുതലേ ഞാൻ കാണുന്ന ഒരു കാവാണ്. കാരണം അത് എൻ്റെ അനുഭവമാണ്. എൻ്റെ മാത്രമല്ല, ആ കാലഘട്ടത്തിൽ ഇവിടെ വരുന്ന എല്ലാവർക്കും ഉള്ള ഒരു അനുഭവമാണ് ആ ചുഴലിക്കാറ്റ്. അതിവിടെ മാത്രമേ ഉള്ളൂ. ആ വിളക്ക് എത്തിക്കുന്ന ഭാഗത്തുള്ളൂ. അതിൻ്റെ ഒരു സത്യം എന്ന് പറഞ്ഞാൽ ആ ഒറ്റ വിളക്കും ആ കാറ്റ് തണയാറില്ല. ഞാൻ നിങ്ങളുടെ പഴയ വീഡിയോ കണ്ടിരുന്നു. പലരും പല വിഭിന്നമായ അഭിപ്രായങ്ങൾ അതിനകത്ത് ഇട്ടിരുന്നു. എന്തായാലും വിശ്വാസമില്ലെങ്കിൽ ഇത്രയും ആളുകൾ ഇവിടെ കൂടില്ല. ഒരു 100 നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു കാവായിരുന്നു. ഞങ്ങൾ വന്നിട്ട് 40 വർഷമായി. അന്ന് മുതൽ ഈ കാവുമായിട്ട് ബന്ധപ്പെടുന്നു. എൻ്റെ മകൻ കല്യാണത്തിന് 11 വർഷം കഴിഞ്ഞു. ഇപ്പം 2 ഏട്ടക്കുട്ടികളുണ്ട്. ഏറ്റവും അപ്പൂപ്പൻ്റെ കാവിൽ വർഷങ്ങൾ പ്രസൻ്റായിട്ടിരുന്ന് ഈ കാവിൽ വിളക്കെത്തിച്ച് നല്ല രൂപത്തിൽ നടത്തിച്ച് വൃശ്ചികം 1-ാം തീയതി ചിറപ്പ് നടത്തുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ എനിക്ക് അനുഗ്രഹം കിട്ടിയ ഒരാളാണ്. ഈ കറണ്ട് കിട്ടുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. അതിന് വേണ്ടുന്ന എല്ലാ നടപടിക്രമങ്ങളും അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അപ്പോൾ അധികാരികളാണല്ലോ കനിയേണ്ടത്, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും. അപ്പോൾ